ഹായ് പ്രിയപ്പെട്ടവരെ പ്രേക്ഷകരെ. അപ്പോൾ കാസർഗോഡ് നിന്ന് രാഷ്ട്രീയം പറഞ്ഞ് നമ്മളിപ്പോൾ സാക്ഷാൽ ശക്തന്റെ തട്ടകത്തിലാണ്. സ്റ്റാർ മണ്ഡലം തൃശ്ശൂരിലാണ്. ഇവിടെ കെ മുരളീധരൻ, വി എസ് സുനിൽകുമാർ, സുരേഷ് ഗോപി, ലക്ഷണമൊത്ത കൊമ്പന്മാർ കണക്കെ 3 സ്ഥാനാർത്ഥികൾ അങ്ങനെ മണ്ഡലം നിറഞ്ഞു നിൽപ്പാണ്. ഇപ്പോഴും അടിയൊഴുക്കുകൾ അവ്യക്തം, അൺപ്രഡിക്റ്റബിൾ എന്ന് ഉറപ്പായും പറയാം. ഇന്നേക്ക് 21-ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ തൃശ്ശൂർ ആരെടുക്കാനാണ് സാധ്യത? ചോദിക്കാം, ഇവിടെ രാഷ്ട്രീയം പറയാം. വെൽക്കം പ്രിയപ്പെട്ടവരെ, വെൽക്കം ടു തൃശ്ശൂർ. ഇവിടെ രാഷ്ട്രീയം പറയാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ UDF-നെ പ്രതികരിച്ച് കോൺഗ്രസ് നേതാവ് ശ്രീ CC ശ്രീകുമാർ, LDF-നെ പ്രതികരിച്ച് CPI നേതാവ് ശ്രീ KP സന്ദീപ്, BJP നേതാവ് ശ്രീ പ്രിന്റു മഹാദേവ് എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ ശ്രീകുമാറെ കാണും. ശ്രീകുമാർ, ഇവിടെ തെരഞ്ഞെടുപ്പിന് 11-ാം മണിക്കൂറിൽ എന്തൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾക്ക് കൊടി പിടിക്കാൻ പേടിയെന്ന ആരോപണം, SDPയുടെ പിന്തുണ, 3 നാളതിൽ അവ്യക്തത, പിന്നെ പിന്തുണ വേണ്ടെന്ന പ്രഖ്യാപനം. അപ്പോൾ അവസാന മണിക്കൂറിൽ കോൺഗ്രസിന് ക്ഷീണമാണെങ്കിൽ അത് കെ മുരളീധരനെ ബാധിക്കാതിരിക്കുമോ തൃശ്ശൂരിൽ? കൊടി പിടിക്കാൻ ഭീതി എന്ന് പറയുന്നത് ഒരു സംഘപരിവാർ അജണ്ട മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. 2019 തെരഞ്ഞെടുപ്പിൽ പച്ചക്കൊടിയുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞ് അങ്ങ് വടക്കേ ഇന്ത്യയിൽ സൈബറുകൾ നടത്തിയ ആക്രമണത്തിന് തുല്യം പിടിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിലെ സഖാക്കൾ ഏറ്റുപിടിക്കുന്ന ഒരർത്ഥത്തിൽ മാത്രമേ ആ ആശയത്തെ കാണണ്ടോ, ആ ചോദ്യത്തെ കാണണ്ടോ. ഐക്യ ജനാധിപത്യ മുന്നണി ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഏത് സമയത്ത് എങ്ങനെ എപ്പോ ഏതൊക്കെ സംവിധാനത്തിൽ സംഘടിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ആ തലത്തിൽ സംഘടിപ്പിച്ചു. ആനി രാജയുടെ നോമിനേഷൻ സമർപ്പണം നമ്മൾ കണ്ടതാണല്ലോ. ചുറ്റികരിവാൾ നക്ഷത്രം അവിടെയും നാം കണ്ടില്ല. അതുകൊണ്ട് CPM അവരെ കൂടിയില്ലെന്നൊന്നും കോൺഗ്രസോ ഐക്യ ജനാധിപത്യ മുന്നണിയോ പറഞ്ഞില്ല. അല്ലാതെ ചോദ്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ പോയ തെരഞ്ഞെടുപ്പിൽ ലീഗിന്റെ കൊടിയെടുക്കുകയും ആ ലീഗ് അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയും ചെയ്തു? പേടിക്കാൻ പാടുണ്ടോ? അങ്ങനെ പിന്നോട്ട് പാടുണ്ടോ? കട്ടക്ക് നിൽക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, വടക്കേ ഇന്ത്യയിലെ സംഘി സൈബറുകൾ നടത്തുന്ന ആ ചോദ്യം കേരളത്തിൽ പിണറായി വിജയൻ ഏറ്റെടുത്തു മാത്രം. ഈ ചോദ്യം ഒരു സംഘപരിവാർ ഉൽപ്പന്നമാണ്. അതിനപ്പുറത്തേക്ക് ഈ ചോദ്യത്തിന് ഒരു രാഷ്ട്രീയ പ്രാധാന്യവുമില്ല. കെ മുരളീധരനെ ബാധിക്കാനേ പോകുന്നില്ല. അതൊന്നും ഇവിടെ ബാധിക്കാനേ പോകുന്നില്ല. വലിയ ഭൂരിപക്ഷം ചെയ്യും. മറ്റൊന്ന് SDPI പിന്തുണയിൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളും വളരെ കൃത്യമായി നിലപാട് പറഞ്ഞു. പിന്തുണ വേണ്ട എന്ന്. വളരെ 3-ാം നാൾ കഴിഞ്ഞു എന്നല്ലേ പറയുന്നത്. ഞങ്ങൾ ഒരു പത്തനംതിട്ട നഗരസഭയിൽ SDPI പങ്കുവെച്ച് ഭരണം നടത്തുന്ന ആളുകളാണ്. ഞങ്ങൾ മറുപടി പറയാൻ 2.5 സെക്കൻഡ് വൈകി എന്ന് പറയുന്ന രാഷ്ട്രീയം എന്ത് രാഷ്ട്രീയമാണ്? അല്ല, ഈ പറയുന്ന മറുപടി ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ SDPIയുടെ പിന്തുണ വേണ്ട, പക്ഷെ എല്ലാ വോട്ടർമാരുടെ വോട്ട് വേണം എന്ന് പറയാനുള്ള നിലപാടാണെങ്കിൽ ആ സെക്കൻഡിൽ പറഞ്ഞുകൂടെ? എന്തിനാണ് 3 നാൾ? വളരെ കൃത്യമായി പറഞ്ഞു. രാഷ്ട്രീയപരമായി ന്യൂനപക്ഷ വർഗീയതയുടെയോ ഭൂരിപക്ഷ വർഗീയതയുടെയോ ഒരു വോട്ടും ഞങ്ങൾക്ക് വേണ്ട, ഒരു രാഷ്ട്രീയ പിന്തുണയും വേണ്ടെന്ന് കോൺഗ്രസ് അസന്നിഗ്ധമായി പറഞ്ഞു. ഞങ്ങളോട് 1.5 മിനിറ്റ് വൈകി എന്ന് ചോദ്യം ചെയ്യുന്ന ആളുകൾ ഇപ്പോഴും പത്തനംതിട്ട നഗരസഭയിൽ അവിടെ വൈസ് ചെയർമാൻഷിപ്പും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പും ഒക്കെ പങ്കുവെച്ച് ഭരണം നടക്കുകയാണ്. അപ്പുറത്തെ തൊട്ട പഞ്ചായത്തിൽ, കോട്ടങ്ങൽ പഞ്ചായത്തിൽ 2 തവണ SDPIയുടെ പിന്തുണ കിട്ടി CPM രാജിവെച്ചു. 3-ാം തവണ ആ പിന്തുണ സ്വീകരിച്ചു. നിങ്ങൾ അറിയണം, തൃശ്ശൂരിലാണ് നമ്മൾ സംസാരിക്കുന്നത്. തൃശ്ശൂരിൽ അവണിശ്ശേരി പഞ്ചായത്തിൽ 3 തവണയും രാജിവെച്ച പാരമ്പര്യം CPM ഉണ്ടായിരുന്നു. പക്ഷേ പത്തനംതിട്ടയിൽ നടത്തിയില്ല. അപ്പോ വർഗീയതയിൽ ആലോചിക്കുന്ന ആളുകൾ അവർ സംഘപരിവാർ ഭാഷയിൽ പറഞ്ഞാൽ അതിനെ സംഘപരിവാർ ചോദ്യമായ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ഉൽപ്പന്നം എന്ന കണക്ക് തള്ളിവിടുകയുള്ളൂ കോൺഗ്രസും. KP സന്ദീപ്, ഇവിടെ വടി കൊടി SDPI ഒക്കെ ഒരു പരിധിവരെ മനുഷ്യനെ ബാധിക്കാത്ത പ്രശ്നമാണ്. പക്ഷെ മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നം എന്താണ്? ക്ഷേമ പെൻഷൻ, എന്താണ് പൂച്ചപറ്റി കിടക്കുന്ന സപ്ലൈകോ, ഇവിടെ തൊട്ടതിനും വിലതിനും ഒക്കെ അന്യായമായ വിലവർധന, ഇതൊക്കെ ജനത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽപ്പെട്ട് ജനം നട്ടം തിരിയുമ്പോൾ വി എസ് സുനിൽകുമാർ എത്ര ജനകീയനെന്ന് പറഞ്ഞാലും അതിജീവിക്കാൻ കഴിയുമോ ആ ഭരണവിരുദ്ധ വികാരത്തെ? ഞങ്ങൾക്ക് ഉറച്ച ശുഭാപ്തി വിശ്വാസമുണ്ട്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ LDF-ന്റെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഇവിടെ വിജയിക്കുമെന്ന കാര്യത്തിൽ. അതിന് ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നത് അദ്ദേഹത്തിന്റെ അതിവിപുലമായ ജനബന്ധമാണ്. കഴിഞ്ഞ 15 വർഷക്കാലം MLA-യും അതിൽ 5 വർഷക്കാലം മന്ത്രിയുമായിരുന്ന സമയത്ത് തൃശ്ശൂർ നിയോജക മണ്ഡലത്തെ ഉൾപ്പെടെ പ്രതിനിധാനം ചെയ്ത അനുഭവ സമ്പത്തും പരിചയവും അദ്ദേഹത്തിനുണ്ട്. ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ആയിരക്കണക്കിന് മനുഷ്യരെ അക്ഷരാർത്ഥത്തിൽ പേരെടുത്ത് വിളിക്കാൻ കഴിയുന്ന വിപുലമായ സൗഹൃദ ബന്ധം വി എസ് സുനിൽകുമാറിനുണ്ട്. അതോടൊപ്പം ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹം നല്ലതുപോലെ മികവ് തെളിയിച്ച, കേരളത്തിലെ കാർഷിക ചരിത്രത്തിൽ സുപ്രധാനമായ മുന്നേറ്റങ്ങൾക്കും നൂതനമായ പദ്ധതികളുടെ രൂപീകരണത്തിനും വഴിവെച്ച ചരിത്രം രേഖപ്പെടുത്തിയ ഒരു കൃഷി വകുപ്പ് മന്ത്രിയാണ് വി എസ് സുനിൽകുമാർ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ്
കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക ഉപരോധവും നിയന്ത്രണവും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളുടെ നടുവിലും സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തുരങ്കം വയ്ക്കുന്ന, അതിനെ തടസ്സപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രേരിതമായ നടപടികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. അവസാനം പരമോന്നതമായ നീതിപീഠത്തിന്റെ ഉൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നിരീക്ഷണങ്ങളുടെ ഒക്കെ പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ വോട്ടർ പോലും CPM-ന്റെ കടുത്ത എല്ലാ തുടക്കം മുതൽ EMS-നൊപ്പം പ്രവർത്തിച്ച CPM വോട്ട് ചെയ്ത ആ അമ്മൂമ്മ പോലും പറയുന്നത് ഈ പെൻഷൻ എന്ന് കിട്ടും എന്നാ സർക്കാരോട് ചോദിക്കുന്നത്. സാമൂഹിക ക്ഷേമ പെൻഷന്റെ 1ാം ഗഡു ഇപ്പോൾ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വിഷുവിന് മുമ്പ് 2 ഘട്ടവുമായുള്ള വിതരണം കൂടി നടക്കും. അപ്പോ ഈ സാമ്പത്തികമായ പ്രയാസം മൂലം ചില പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. ആ വിഷയങ്ങൾ നല്ലതുപോലെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറയാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറായിട്ടുണ്ട്. ഇപ്പോ സാമൂഹിക ക്ഷേമ പെൻഷന്റെ ചരിത്രം പരിശോധിച്ചാൽ 600 രൂപയായിരുന്നത് 1600 രൂപയാക്കി ഉയർത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 18 മാസക്കാലം കുടിശ്ശികയായിരുന്നു. 600 രൂപ 18 മാസക്കാലം കുടിശ്ശികയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്. അപ്പൊ കഴിഞ്ഞു പോയ 8 വർഷക്കാലത്തെ ചരിത്രം 8 വർഷക്കാലത്തെ ചരിത്രം ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഈ 600 രൂപ 1600 രൂപയോ ഉയർത്തി. UDF കാലത്ത് 32 ലക്ഷം ആളുകളാണ് ഇരുന്നത് അതിന്റെ ഗുണഭോക്താക്കൾ. ഇന്ന് 62 ലക്ഷം ആളുകളായി മാറി. ഒരു 2 മാസക്കാലത്തേക്ക് പെൻഷൻ വിതരണം ചെയ്യാൻ 1500 കോടി രൂപയെങ്കിലും വേണം. 1ാം പിണറായി ഗവൺമെന്റ് 36,000-ലധികം കോടി രൂപ സാമൂഹിക ക്ഷേമ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തു. 2ാം പിണറായി ഗവൺമെന്റ് ഇതുവരെ 25,000 കോടി രൂപയോളം വിതരണം ചെയ്തു. അപ്പൊ മൊത്തം 61,000 കോടി രൂപ സാമൂഹിക ക്ഷേമ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒരു മാസത്തെ 1600 രൂപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥ അങ്ങേറ്റം പരിതാപകരമായതുകൊണ്ടാണല്ലോ അതിനുവേണ്ടി കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടാവുന്നത്. അപ്പൊ അത് മുടങ്ങി കിടക്കുമ്പോ ഏതോ കാലത്ത് മുടങ്ങിയാണ് പറഞ്ഞ കാര്യമുണ്ടോ? ശരി ശരി അലയാത്ത പ്രിന്റ് മഹാദേവ് ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മോദി തരംഗം, ഇപ്പൊ നിങ്ങളുടെ തന്നെ ഭാഷയിൽ ശബരിമല എന്നുള്ള സുവർണാവസരം, അക്കാലത്ത് പോലും ഈ പറയുന്ന ശക്തന്റെ തട്ടകത്തിൽ സുരേഷ് ഗോപി 2ാമത് പോലും അല്ല 3ാമതാണ്. അപ്പൊ ഇക്കുറി തൃശ്ശൂർ എടുത്ത പൊന്തുവോ സുരേഷ് ഗോപി? തീർച്ചയായും. എങ്ങനെയാണ് സുരേഷ് ഗോപി എടുക്കുക മാത്രമല്ല, തൃശ്ശൂരിന് മോഡി കൊടുത്തൊരു ഗ്യാരണ്ടി ഉണ്ട്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണ്. മോഡിയുടെ ഒരു ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടിയുടെ വോട്ട് എന്ന് പറഞ്ഞാൽ 2 തവണ തൃശ്ശൂരിന്റെ മണ്ഡലത്തിൽ നിന്ന് ഒരാൾ മന്ത്രിയായി മറ്റൊരാൾ MP ആയി ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട് യാതൊരു തരത്തിലുള്ള വികസനം കൊണ്ടുവരാത്ത 2 ആളുകളുമായിട്ടാണ് സുരേഷ് ഗോപിയുടെ മത്സരം. അതിൽ ഒരു MP അദ്ദേഹം തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പോസ്റ്ററുകളും ഫ്ലെക്സുകളും ഒക്കെ അടിച്ച് ഞാൻ തന്നെയാകും ഇവിടത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് അദ്ദേഹം നടത്തിയ സ്നേഹയാത്ര ഒക്കെ നമ്മൾ കണ്ടു. പക്ഷെ അദ്ദേഹത്തിന്റെ ബോധം പോയൊരു നിമിഷമുണ്ട് ഇവിടെ മുരളീധരൻ വന്നത്. അപ്പൊ അദ്ദേഹത്തെ തന്നെ തികഞ്ഞ പരാജയമാണെന്ന് കോൺഗ്രസ്സുകാർ തന്നെ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹത്തെ മാറ്റുന്നത്. 2ാമത്തെ കാര്യം, ഇപ്പൊ നേരത്തെ സന്ദീപ് പറഞ്ഞല്ലോ, ഇവിടെ കാർഷിക മന്ത്രിയായിരുന്നു അദ്ദേഹം നടത്തിയ കുറെ വികസനം എന്ന് പറഞ്ഞു. ഈ തൃശ്ശൂരിന്റെ നഗരത്തിൽ സുനിൽ കുമാർ കൊണ്ടുവന്ന ഒരു വികസനം ചൂണ്ടിക്കാണിക്കാൻ സന്ദീപിന് പറ്റുമോ? ചോദിക്കാം. അല്ലെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി, അപ്പൊ സുരേഷ് ഗോപി ജയിച്ച കേന്ദ്രമന്ത്രി, രാജീവ് ചന്ദ്രൻ ജയിച്ച കേന്ദ്രമന്ത്രി, ശോഭാ സുരേന്ദ്രൻ ജയിച്ച കേന്ദ്രമന്ത്രി. അപ്പൊ എത്ര കേരളത്തിൽ കേന്ദ്രമന്ത്രിമാർ? 5 പേര് 6 പേര് 6 കേന്ദ്രമന്ത്രിമാർ. എത്ര പേരാ? മൻമോഹൻ സിംഗിന്റെ മന്ത്രിസഭയിൽ ഈ കേരളത്തിൽ വെറുതെ പറയല്ലേ? മൻമോഹൻ സിംഗിന്റെ 2ാം മന്ത്രിസഭയിൽ കേരളത്തിൽ 9 മന്ത്രിമാരുണ്ടായിരുന്നു. അതുകൊണ്ട് സുരേഷ് ഗോപി മന്ത്രിയാക്കണമെന്നുണ്ടെങ്കിൽ ജയിച്ച രാജീവ് ചന്ദ്രശേഖർ ഗ്യാരണ്ടി മന്ത്രി, സുരേഷ് ഗോപി ഗ്യാരണ്ടി, ശോഭാ സുരേന്ദ്രൻ ഗ്യാരണ്ടി, ആരൊക്കെയാണ് ജയിക്കുന്നത്? കേരളത്തിൽ നിന്ന് 20 BJP-കാർ ജയിച്ചാൽ 20 പേര് മന്ത്രി, 20 കേന്ദ്രമന്ത്രി. ഒരു സംശയം വേണ്ട, മോഡിയുടെ ഗ്യാരണ്ടിയാണ്, സംശയം വേണ്ട. കേരളത്തിലോട് ഞങ്ങളുടെ കരുതലാണ്. അല്ല സുരേഷ് ഗോപി രാജ്യസഭാംഗമായിരുന്നില്ലേ? സുരേഷ് ഗോപി ചോദ്യം 6 വർഷം രാജ്യസഭാ അംഗമായിരുന്ന സുരേഷ് ഗോപിനെ അന്ന് മന്ത്രിയാക്കാൻ പറ്റിയില്ലെങ്കിൽ അധികാരത്തിൽ വരും. കേരളത്തോട് കരുതൽ ഇന്ത്യൻ പാർലമെന്റിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാത്ത ഒരു പാർലമെന്റാണ് ഈ പാർലമെന്റ്. നിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിട്ട് നിങ്ങൾ എന്തുകൊണ്ട്
ഡെപ്യൂട്ടി സ്പീക്കറെ നിങ്ങൾ നിയമിക്കുന്നില്ല. ഡെപ്യൂട്ടി ചേട്ടാ, നിങ്ങൾ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യമാണ് നിൽക്കണം. നിങ്ങൾ ആദ്യം സ്വന്തമായിട്ട് പ്രതിപക്ഷ നേതാവാണ് നോക്ക്. കോൺഗ്രസിൽ ഒരു പ്രതിപക്ഷ നേതാവുണ്ടെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കറുടെ കാര്യം ഭരണഘടനാപരമായ കാര്യങ്ങളാണ്. പെട്രോൾ നിങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 റുപ്യ താഴെയാക്കുന്നു. 10 റുപ്യ അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പെട്രോളിന്റെ വില നിയന്ത്രണ അവകാശം എടുത്തു കളഞ്ഞതാരാ? അതായത് ഈ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ഇന്ധന സെസ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ 2 രൂപ പെട്രോളും ഡീസലിനും കൂട്ടിയിരുന്നു. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഏകദേശം ഒരു 6 മാസത്തെ ക്ഷേമ പെൻഷൻ ഇപ്പൊ കുറവാ. നിങ്ങൾ കഴിഞ്ഞ പ്രകടനപത്രിക LDFന്റെ പ്രകടനപത്രിക പറഞ്ഞത് ക്ഷേമ പെൻഷൻ 2600 രൂപയെന്ന് പറഞ്ഞു, 2500 2600. ഇപ്പൊ 3 വർഷം കഴിഞ്ഞ ഏകദേശം. ഇപ്പൊ എന്താണ് അവസ്ഥ? പിന്നെ രണ്ടാമത് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ LDFന്റെയും UDFന്റെയും പ്രതിനിധികളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? രാഹുൽ ഗാന്ധി അല്ലേ നിങ്ങളുടെ പ്രധാന സ്ഥാനാർത്ഥി? നിങ്ങള് കേരളം വിട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നല്ലേ? എന്തിനാണ് കേരളത്തിൽ മണ്ടന്മാരാകണത്? ഞങ്ങളെ പറ്റിക്കരുത് ഇങ്ങനെ. നേരത്തെ പറഞ്ഞ പെൻഷന്റെ ഒരു കാര്യം തിരുത്തി പോകണം. കേരള നിയമസഭയിൽ ഇന്നത്തെ പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി അന്നത്തെ ധനകാര്യമന്ത്രി വളരെ കൃത്യമായി ചോദ്യത്തിന് മറുപടി കൊടുത്തിരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന സമയത്ത് ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് 3 മാസത്തെ കുടിശ്ശികയുള്ളെന്ന് വളരെ കൃത്യമായി മറുപടി പറഞ്ഞതാണ്. 5 ഇനങ്ങളിലായിരുന്നു പെൻഷൻ അറിയേണ്ട കാര്യം. 2011 ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വരുന്നത് ഉമ്മൻചാണ്ടി നേതൃത്വം. അതുവരെ ഉണ്ടായിരുന്ന VS അച്യുതാനന്ദന്റെ കാലത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞാൽ 14 ലക്ഷം ആളുകൾക്ക് മാത്രമാണ് കേരളത്തിൽ കൊടുത്തിരുന്നത്. ഹാഷ്മി, ഞാനൊരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ഗ്രാമപഞ്ചായത്ത് അംഗമായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആളുകൾക്കറിയാം, സാമൂഹ്യക്ഷേമ പെൻഷനിൽ വാർദ്ധക്യകാല പെൻഷൻ ഓരോ പഞ്ചായത്തിന് കോട്ടയാണ്. ചൂണ്ടൽ പഞ്ചായത്തിൽ 100 പേരാണെങ്കിൽ 101ാമത്തെ ആൾ അപേക്ഷ കൊടുത്താൽ ഈ 100 പേരിൽ ആരെങ്കിലും പ്രായാധികം കൊണ്ട് മരിച്ചു പോകണം, അല്ലെങ്കിൽ വല്ല ശത്രു സംഹാര പൂജ നടത്തി അയാളെ കൊല്ലണം. അല്ലാതെ പുതിയൊരു അപേക്ഷ കയറി വരാത്തൊരു കാലഘട്ടമായിരുന്നു 2011. അപ്പോഴാണ് ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സാമൂഹ്യക്ഷേമ പെൻഷന്റെ സംവിധാനം പരിഷ്കരിക്കപ്പെടുന്നത്. നമ്മുടെ വിധവ പെൻഷൻ പരിശോധിക്കുക. 18 വയസ്സ് പൂർത്തീകരിച്ച ആൺകുട്ടി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിന് ആൺകുട്ടിയുടെ സ്വന്തം വരുമാനമുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ സർക്കാർ ഉത്തരവ് പറഞ്ഞിരുന്ന അതെല്ലാം മാറ്റിമറിച്ച് പുതിയ 40 ഉത്തരവുകൾ. ഹാഷ്മിക്ക് അറിയാമല്ലോ, നമ്മുടെ സർക്കാരിന്റെ ഒരു പുതിയ ഉത്തരവ് വരണമെങ്കിൽ IAS-കാരൻ കോഴിമുട്ടയിൽ തള്ളക്കോഴി അടയിരിക്കുന്ന പോലെ അടയിരുന്നിട്ടാണ് പുതിയ ഉത്തരവുകൾ വരാറുള്ളത്. പക്ഷേ ഇവിടത്തെ ഈ തേക്കിൻകാട് മൈതാനമടക്കമുള്ള കേരളത്തിലെ 14 ജില്ലകളിൽ ലക്ഷക്കണക്കിന് ആളുകളെ ശ്രീമാൻ ഉമ്മൻചാണ്ടി പുലരുന്നത് മുതൽ പാതിരാവ് വരെ നേരിൽ കണ്ട് സംസാരിച്ച് അവരുടെ ദുഃഖങ്ങൾ മനസ്സിലാക്കി പുതിയ 40 ഉത്തരവുകൾ കൊണ്ടുവന്നിട്ടാണ് നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഗുണഭോക്താക്കൾ 14 കഴിഞ്ഞില്ല, തെറ്റായൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട്. 14 നിന്നും അത് 39.5 ലക്ഷത്തിലേക്ക് ഉമ്മൻചാണ്ടിയുള്ളപ്പോൾ കൊണ്ടുവന്നത്. അന്ന് 39.5 ലക്ഷം സാമൂഹ്യക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ക്ഷേമനിധി അംശാദായം അടയ്ക്കുന്ന ഗുണഭോക്താക്കളുള്ള പെൻഷൻ സംവിധാനം ഉണ്ടായിരുന്നു. 2 പെൻഷനും നിയമപരമായി നമുക്ക് ഒരുമിച്ച് മേടിക്കാമായിരുന്നു. ആ സംവിധാനത്തെ 1ാം പിണറായി സർക്കാർ വന്ന് അതിന്റെ കടക്കിൽ ആദ്യം കത്തിവെച്ചു. സാമൂഹ്യക്ഷേമ പെൻഷൻ അന്ന് 5 ഇനങ്ങളിൽ ഇദ്ദേഹം പറഞ്ഞ പോലെ 600 രൂപയല്ല, 5 ഇനങ്ങളിൽ 800 രൂപ മുതൽ 1500 രൂപ വരെയാണ്. പ്രായത്തിനനുസരിച്ചായിരുന്നു വാർദ്ധക്യകാല പെൻഷൻ കൊടുത്തിരുന്നത്. തിരുത്തി പോകേണ്ടത് കഴിഞ്ഞില്ല. പറഞ്ഞ ക്ഷേമനിധി പെൻഷനും സാമൂഹ്യക്ഷേമ പെൻഷനും ഏകീകരിക്കാൻ തീരുമാനിച്ച് സാമൂഹ്യക്ഷേമ പെൻഷന് തുക കുറച്ചപ്പോൾ ആ സാമൂഹ്യക്ഷേമ പെൻഷനിലെ ഗുണഭോക്താക്കളെല്ലാം അംശാദായ പെൻഷനിലെ ഗുണഭോക്താക്കളെല്ലാം തന്നെ സാമൂഹ്യക്ഷേമ പെൻഷനിലേക്ക് കടന്നു വന്നു. അപ്പോഴാണ് ഈ 50 ലക്ഷത്തിലേക്ക് ഇത് മാറുന്നത്. ഇദ്ദേഹം പറഞ്ഞ തൃശൂർ നിയോജക മണ്ഡലത്തിൽ നടത്തിയ 20 മന്ത്രിമാർ. ഹാഷ്മി, ഞങ്ങൾ ഈ തൃശ്ശൂരിലെ നാട്ടുംപുറത്ത് പറയുന്ന ഒരു ചൊല്ലുണ്ട്, ആട്ടുന്നിടത്ത് ചെന്നാൽ പിണ്ണാക്ക് കൊടുക്കാത്തവൻ, ആട്ടുന്നിടത്ത് ചെന്നാൽ പിണ്ണാക്ക് കൊടുക്കാത്തവൻ വീട്ടിൽ ചെന്നാൽ വെളിച്ചെണ്ണ കൊടുക്കുന്നു. നാട്ടിൽ വെളിച്ചെണ്ണ ആട്ടുന്ന മില്ലുണ്ടല്ലോ, അവിടേക്ക് ചെന്ന പിണ്ണാക്ക് പോലും കൊടുക്കില്ല. പിന്നെ മില്ലോണർ വീട്ടിൽ വെളിച്ചെണ്ണ. ഇവിടെ 6 കൊല്ലം 2 മോഡി സർക്കാരിൽ ഈ പറയുന്ന മഹാൻ
സുരേഷ് ഗോപി MP ആയിരുന്നല്ലോ, അങ്ങ് വരും, ഒരു അങ്ങ് വരും. ദിവസം പോലും കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തിട്ടില്ല. ഇനി പറയുന്നത് 2 വർഷത്തിലൊരിക്കൽ തൃശ്ശൂരിൽ വന്ന് 3-ാം സ്ഥാനത്ത് വന്നു പോകുന്ന, അതായത് 2019-ലും 2021-ലും ഈ പിണ്ണാക്ക്, പിണ്ണാക്ക്, 3-ാം സ്ഥാനത്ത് പോകുന്ന പിണ്ണാക്കാണ്, പിണ്ണാക്ക്, പിണ്ണാക്ക്. സുരേഷ് ഗോപി മറുപടി പിണ്ണാക്കാണ്. 2024 പിണ്ണാക്ക്. കേന്ദ്രമന്ത്രിയാകുന്നു. മറുപടി പിണ്ണാക്കാണോ? പിണ്ണാക്കായിരിക്കും. ആശയിൽ പിണ്ണാക്കുള്ള കോൺഗ്രസ്സുകാർക്ക് എന്തും പറയാം. അത് കോൺഗ്രസ്സുകാരുടെ ഒരു പാരമ്പര്യം. തലയ്ക്കകത്ത് പിണ്ണാക്ക് മാത്രമായി നടക്കുന്ന കോൺഗ്രസ്സുകാർക്ക് എന്നും പറയാം. അവിടെ ഞങ്ങൾ മോഡിയുടെ ഗ്യാരണ്ടിയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ശ്രീകുമാർ, ഞങ്ങൾ പറഞ്ഞത് മോഡിയുടെ ഗ്യാരണ്ടിയാണ്. പിണ്ണാക്കില്ലാത്തോണ്ടല്ല നിങ്ങൾ TN പ്രതാപനെ മാറ്റിയത്. ഓക്കെ, സന്ദീപ് അല്ല, നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അത് ലോക്സഭാ തീരുമാനിക്കും. ഫ്രണ്ടു നേരത്തെ തൃശൂർ മണ്ഡലത്തിൽ VS സുനിൽകുമാർ നടത്തിയ ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞു. ഒന്നല്ല, ഒരു 100 വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ തൊട്ട് അപ്പുറത്തുള്ള ജില്ലാ ആശുപത്രിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡ് നവീകരിച്ചത് 17.73 കോടി രൂപയ്ക്കാണ്. കാത്ത് ലാബ് ആധുനികമായ സൗകര്യത്തോടു കൂടി വന്നത് 8 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ്. തൃശൂർ നഗരത്തിലെ ബന്ധപ്പെട്ട എല്ലാ റോഡുകളും BMBC ആക്കിയത് 222 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ്. കുറിഞ്ഞാക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു പാലം ദീർഘകാലമായി ആ പ്രദേശവാസികളുടെ ഒരു ആവശ്യമായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിച്ചു ചെന്ന VS സുനിൽകുമാറിനോട് ആ പ്രദേശത്തെ ജനങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഈ കുറിഞ്ഞാക്കലിലെ പാലം നിർമ്മിക്കലാണ്. അപ്പൊ 42 കുടുംബങ്ങളുള്ള ഒരു പ്രദേശത്തേക്ക് ഏതാണ്ട് 4 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഈ പാലം നിർമ്മിക്കുവാൻ മുൻകൈയെടുത്ത് ആ പാല നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കി മന്ത്രിയായി ഇറങ്ങുന്നതിന് മുമ്പ് ആ പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രിയുടെ പേരാണ് VS സുനിൽകുമാർ. അദ്ദേഹം പറഞ്ഞു. ഞാൻ BJPയുടെ സ്ഥാനാർത്ഥിയുടെ അടുത്താണ് ചോദിക്കുന്നത്. നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കാതെ നിങ്ങൾ വിചാരധാരയിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. ആ വിചാരധാര പ്രകാരം നിങ്ങൾ ഹിന്ദു രാഷ്ട്രം വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. ചോദിക്കട്ടെ, വേണം ഉണ്ടാക്കല്ലേ? ചോദ്യമല്ലേ? മറുപടി പറയാലോ. ജനാധിപത്യ അസഹിഷ്ണുവാവല്ലേ? എന്തൊരു അസഹിഷ്ണുതയാണ്. ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കും. ചോദ്യം ചോദിക്കാനായിട്ട് അവസരം കൊടുക്കും. നിങ്ങൾ ഇങ്ങനെ കണ്ട് ബഹളം വെക്കരുത്. ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കും. ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഹിന്ദു രാഷ്ട്രം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഗോൾ വർക്കർ അടക്കമുള്ള ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നിട്ടുള്ള ഗോഡ്സെ അടക്കമുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള മോദി അടക്കം ഹിന്ദു രാഷ്ട്രം വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. മുസ്ലിങ്ങളെ അടിച്ചമർത്തി കഴിഞ്ഞ് ക്രിസ്ത്യാനികളെ അവസാനിപ്പിച്ചുകൊണ്ട് ചോദ്യത്തെ പേടിക്കല്ലേ? ക്രിസ്ത്യാനികളുടെ വോട്ട് കേന്ദ്രീകരിക്കുമെന്ന് പറയാൻ ഉത്തരം പറയട്ടെ. മേഡം ഈ വിചാരധാര കണ്ടിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ബുക്ക് എന്താ സാധനം ഒന്ന് പറയൂ. ബുക്കില്ലേ? അല്ല, ഞാൻ പറഞ്ഞു ബുക്കല്ല, ബുക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ആ കാലഘട്ടത്തിലെ ഗോൾവാൾക്കറുടെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങളുടെ ക്രോഡീകരണമാണ്. ഞാൻ പറയുന്നു, വിചാരധാര അനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല BJP. ഞങ്ങൾ ഒരു ടെക്സ്റ്റ് ബുക്കിന് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല. അങ്ങനെയല്ല. വിചാരധാരയെ സംബന്ധിച്ചിടത്ത് പരംപൂജനീയായ ഡോക്ടർ മോഹൻജി ഭഗത് പറഞ്ഞിട്ടുണ്ട്, പഴയ കാലഘട്ടത്തിലെ ചോദ്യം ഉത്തരം പറയാൻ ഒതുക്കും. പഴയ കാലഘട്ടത്തിലെ ഏതെങ്കിലും ക്രോഡീകരണമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല ഞങ്ങള്. വിചാരധാര തള്ളിപ്പറഞ്ഞു. വിചാരധാരയെ സ്വാഭാവികമായിട്ട് ആ കാലഘട്ടത്തിൽ അനുയോജ്യമായ കാര്യങ്ങൾ അന്ന് പറഞ്ഞത് പ്രസക്തമല്ല. ഇന്നത്തെ കാലഘട്ടത്തിന് പ്രസക്തമല്ലാത്ത കാര്യങ്ങളൊക്കെ
തള്ളിക്കളയും. ആ അല്ല ഭരണഘടനയാണോ പ്രധാന വിചാരധാരയാണോ? അല്ല ഭരണഘടനയാണോ പ്രധാന വിചാരധാരയാണോ? ഭരണഘടനയാണോ വിചാരധാര പ്രധാനം? ഏതാ ഭരണഘടനയാണോ? അല്ല ഭരണഘടനയല്ലേ ഭരണഘടന? അല്ല ഭരണഘടനയാണോ? ഭരണഘടനയാണോ? ഭരണഘടനയാണ് എന്ത് സംശയം? ഓക്കേ. രണ്ട് പറഞ്ഞു. മേഡം ചോദിച്ചല്ലോ ഇത് ഹിന്ദു രാഷ്ട്രമാണോ എന്ന്. ഞങ്ങൾ ഉറച്ചു പറഞ്ഞു ഇത് ഹിന്ദു രാഷ്ട്രമാണ്. ഓരോ സംശയം വേണ്ട, ഇത് ഹിന്ദു രാഷ്ട്രം തന്നെയാണ്. ഓരോ സംശയം വേണ്ട. മതേതര രാഷ്ട്രമാണ് സാർ, മതേതര രാഷ്ട്രമാണ്. രാജ്യം സെക്യുലർ രാജ്യമാണ്. രാജ്യം സെക്യുലർ രാജ്യമാണ്. രാജ്യം സെക്യുലർ രാജ്യമാണ് ഇതുവരെ. അല്ല രാജ്യം സെക്യുലർ രാജ്യമാണ് സാർ. രാജ്യം സെക്യുലർ രാജ്യമാണ് സാർ. നമ്മുടെ ഭരണഘടന പ്രകാരം രാജ്യം മതേതര രാഷ്ട്രമാണ്. അല്ലേ? അല്ലല്ലേ? രാജ്യം മതേതര രാഷ്ട്രമാണ് സാർ ഭരണഘടന പ്രകാരം. സാർ ഭരണഘടന പ്രകാരം മതേതര രാഷ്ട്രമാണ്. ഓക്കെ ഓക്കെ ഒരു അമ്മയോട് ചോദ്യം. അതാ ചോദ്യം. ഇടയിൽ കയറിയാലും പറയരുത് കേട്ടോ. പറയണ സമയത്ത് എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾ പെൻഷന്റെ കാര്യങ്ങൾ പറഞ്ഞു. പെൻഷൻ അർഹതയില്ലാത്തോ എത്രയോ പേരാണ് ആ പെൻഷൻ വാങ്ങണതെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അർഹതയില്ലാത്തവര് എത്ര പേര് വാങ്ങുന്നുണ്ട് അത് നിങ്ങൾ ആദ്യം അന്വേഷിക്കുക. പിന്നെ പൗരത്വ ഭേദഗതി നിയമം അത് കൊണ്ടുവരണോണ്ട് എന്താണ് പ്രശ്നം? കാരണം ഒരു മുസ്ലിമിനും ഒരു മതത്തിനെയും മോദിജി ഇവിടുന്ന് ഓടിച്ചിട്ടില്ല, എല്ലാവരെയും സംരക്ഷിച്ചിട്ടുള്ളോ അല്ലേ? അത് നിങ്ങളൊന്ന് ആലോചിക്കണം. പിന്നെ സുരേഷ് ഗോപി ആണെങ്കിലും വേണ്ട വിധത്തിലെ എല്ലാ കാര്യങ്ങളും ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 14 എല്ലാവരും തുല്യരാന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 14 പോട്ടെ. സന്ദീപ് മോദിജിയുടെ തറവാട്ട് സ്വത്തല്ല ഇന്ത്യ. ഇത് ഈ രാജ്യത്തിന്റേതാണ്. ഇവിടുത്തെ ജനങ്ങൾ. മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ. ഈ രാജ്യത്തിനകത്ത് അനവധി മതങ്ങളുണ്ട്. എന്നാൽ രാജ്യത്തിന് ഔദ്യോഗികമായൊരു മതമില്ല. രാജ്യത്തിനൊരു ഭാഷയുണ്ട്, രാജ്യത്തിനൊരു പക്ഷിയുണ്ട്, മൃഗമുണ്ട്, എല്ലാം ഉണ്ട്. ഇന്ത്യക്ക് ഒരു മതമില്ല. അത് മതനിരപേക്ഷ രാഷ്ട്രമെന്ന ഏറ്റവും ഉജ്ജ്വലമായ സങ്കല്പത്തിന്റെ പ്രഖ്യാപനമാണ്. ആ മതനിരപേക്ഷ രാഷ്ട്രത്തിനകത്ത് പൗരത്വത്തിന്റെ മാനദണ്ഡമായി മതം കൊണ്ടുവരുന്നത് സങ്കുചിത വിഭാഗീയ വിഭജന ആശയങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇസ്ലാം മതത്തിൽ പിറന്നവർക്കു മാത്രം ഈ നിഷേധ നിലപാടുകൾ സ്വീകരിക്കുന്നു? അതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ വിശ്വാസി സംഘടനയാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം. അവരുടെ ഹെൽപ്പ് ലൈൻ പ്രകാരം 2103 അതിക്രമങ്ങൾ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നരേന്ദ്രമോദി അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതിൽ 622 ക്രൈസ്തവ സഹോദരങ്ങൾക്ക് നേരെ നടന്നത് ഉത്തർപ്രദേശിലാണ്. യോഗി ആദിത്യനാഥ് അധികാരത്തിലിരിക്കുന്ന ഉത്തർപ്രദേശ്. മണിപ്പൂരിൽ കഴിഞ്ഞ 11 മാസക്കാലമായി 10,000 വരുന്ന മനുഷ്യർ, സ്ത്രീകൾ, കുട്ടികളടക്കം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ്. 333 പള്ളികൾ തച്ചു തകർക്കപ്പെട്ടു. മാതാവിന്റെ രൂപങ്ങൾ ഉൾപ്പെടെ തെരുവിലിട്ട് ചവിട്ടി മെതിക്കുന്ന കാഴ്ചകൾ ലോകം കാണുകയുണ്ടായി. 2 സ്ത്രീകളെ നഗ്നരാക്കി ആൾക്കൂട്ടത്തിന് നടുവിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നത് നമ്മൾ കാണാൻ ഇടയായി. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകാൻ സംഘപരിവാറിന് BJPക്ക് കഴിയുകയില്ല. ഭയം ചെലുത്തിക്കൊണ്ട് ഭയപ്പെടുത്തി നിശബ്ദമാക്കുന്ന ഒരു സമീപനമാണ്. 3 പ്രതിനിധികളും കൂടിയിട്ടാണ് ചോദ്യം. എന്തുകൊണ്ട് നമ്മുടെ യുവതലമുറ നമ്മുടെ ഭരണത്തെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയത്തെ എന്തുകൊണ്ട് പേടിക്കുന്നു? പേടിക്കുന്നതിന്റെ തെളിവ് നമ്മുടെ നാട് വിട്ടിട്ട് ഇന്ന് കാനഡയിലേക്കും UK-യിലേക്കും പറന്നുകൊണ്ടിരിക്കുന്ന യുവതലമുറ എന്തുകൊണ്ട് അവർ പറന്നുകൊണ്ടിരിക്കുന്നു? അവർക്ക് പേടിക്കുന്നത് എന്തുകൊണ്ട്? എല്ലാ നാട്ടിലുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ മൊത്തമുണ്ട്. ഇന്ത്യ മൊത്തമുണ്ട്. എന്തുകൊണ്ട്? BJP മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയത്തെ പേടിക്കുന്നു. ഇന്ത്യൻ മതേതരത്തെ ഇന്ത്യ എവിടെ? മരിച്ചു. എനിക്ക് ഒരു ചോദ്യം BJPയുടെ ആണ്. കേന്ദ്രമന്ത്രിയുടെ സംബന്ധിച്ച് തന്നെയാണ്. 16 തവണ BJP ഭരിക്കുന്ന സമയത്ത് പുനഃസംഘടന നടന്നു. അന്ന് എന്തുകൊണ്ട് സുരേഷ് ഗോപിനെ 6 കൊല്ലം MP ആയിരുന്നിട്ടുണ്ട്? 6 കൊല്ലം എന്തുകൊണ്ട് സുരേഷ് ഗോപിയെ MP ആക്കിയില്ല? മന്ത്രിയാക്കിയില്ല. അല്ല കേരളത്തോട് കരുതലാണെങ്കിൽ അല്ലേ?
മന്ത്രി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാക്കുമെന്ന് പറഞ്ഞത് അന്ന് പറഞ്ഞിരുന്നു. തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട MP ആയാൽ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കാന്ന് പറഞ്ഞിരുന്നു. പരിഹാസനാകുന്ന നിലപാട് സ്വീകരിക്കരുത്. രാജ്യസഭാ അംഗത്തെ മന്ത്രിയാക്കി കേരളത്തോട് കരുതലാവില്ലേ? മന്ത്രിയാകാൻ കഴിയില്ലേ? രാജ്യസഭാ മെമ്പർക്ക് അതുകൊണ്ടെന്താ മന്ത്രിയാവാലോ, മന്ത്രിയാക്കാലോ. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടാൽ മാത്രമേ കേന്ദ്രമന്ത്രി. രാജ്യസഭയുടെ പടിവാതിലൂടെ വന്നിട്ട് ഞങ്ങൾ കേന്ദ്രമന്ത്രിയാക്കില്ല. രാജ്യസഭ മോശമല്ലേ? രാജ്യസഭ മോശമല്ല, രാജ്യസഭ മോശമല്ല. ഓക്കെ. അപ്പൊ വി മുരളീധരൻ മന്ത്രി എങ്ങനാ? വി മുരളീധരൻ മന്ത്രി എങ്ങനാ? മന്ത്രി എങ്ങനാ? കേരളത്തിന്റെ അപ്പൊ എന്താ രാജ്യസഭ മോശമാണോ? ഹലോ, വലിയ രീതിയിൽ വിവേചനം കാട്ടുന്നത് മോഡിയുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നത് അൽഫോൺസ് കണ്ണന്താനം ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയായോണ്ടാണ് മന്ത്രിയാക്കിയത്. അൽഫോൺസ് കണ്ണന്താനം ക്രിസ്ത്യാനിയായോണ്ടാണ് മന്ത്രിയാക്കിയത്. BJP കാരനോടല്ലേ? മറക്കില്ല മണിപ്പൂർ കത്തോലിക്കയുടെ വോയിസാ. മറക്കില്ല മണിപ്പൂർ കത്തോലിക്ക സഭയുടെ മുഖപ്രസംഗം. മറക്കില്ല മണിപ്പൂർ. മണിപ്പൂർ മറുപടി ഉണ്ടോ? 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 ഓക്കെ 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 ഓക്കെ. ഈ കാര്യത്തിൽ NDAയുടെ BJPയുടെ നിലപാട് വളരെ കൃത്യമാണ്. 10 വർഷം ഭരിച്ച NDA അല്ലെങ്കിൽ BJP നേതൃത്വം കൊടുക്കുന്ന സർക്കാരിന് സംസാരിക്കുന്നത് 10 കൊല്ലം ഭരിച്ച BJP സർക്കാരിനെ ഇപ്പോഴും CAയും അതുപോലെ തന്നെ ജാതിയുമല്ലാതെ മറ്റൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ പറയാനില്ല. വികസനത്തെ കുറിച്ച് ചർച്ചയില്ല. നേരത്തെ വളരെ കൃത്യമാണ്. ഇപ്പൊ പറഞ്ഞ പ്രസ്താവന എന്താ? ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് 10 വർഷം കഴിഞ്ഞിട്ടും ധർമ്മരാഷ്ട്രം റിവൈൻഡ് ചെയ്തെടുക്കുക. എന്താ പറഞ്ഞത്? പറയാനുള്ളത് ജാതിയാണ്, മതമാണ്. ചോദ്യം BJP പ്രതിനിധിയോടാണ്. ഞാൻ കഴിഞ്ഞ 2 ചാനൽ ചർച്ചയിലും ചോദ്യം ചോദിച്ചത് തന്നെയാണ്. അപ്പോഴൊന്നും എനിക്ക് BJP-കാരെന്ന് മറുപടി കിട്ടില്ല. ഇവിടെ ഹിന്ദു സ്നേഹം പറഞ്ഞു, രാജ്യസ്നേഹം പറഞ്ഞു. നമ്മുടെ സുപ്രീം കോടതിന് മുമ്പിൽ SBI കഴിഞ്ഞ തവണ ഒരു ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ BJP കൈപ്പറ്റിയ 400 കോടി പാകിസ്ഥാൻ കമ്പനിയായ ഹബ്കോ എന്ന് പറയുന്ന അതായത് സോളാർ പവർ കമ്പനിയാണ്. ആ കമ്പനിയിൽ നിന്നും പാകിസ്ഥാന്റെ 400 കോടി കൈപ്പറ്റിയത് പുൽവാമ അറ്റാക്ക് കഴിഞ്ഞത് 19 ദിവസത്തിന് ശേഷമാണ്. അങ്ങനെ പാകിസ്ഥാന്റെ പൈസ വാങ്ങിയിട്ട് ഇന്ത്യയിൽ ജീവിച്ചിട്ട് ഈ വടക്കുന്നാഥന്റെ മുമ്പിൽ കുറിയും കൊട്ടിയൊന്നും നുണ പറയാൻ എങ്ങനെ BJPക്ക് സാധിക്കുന്നു? വോട്ട് അഭ്യർത്ഥിക്കാൻ എങ്ങനെ സാധിക്കുന്നു? ചോദ്യം BJPയോടാണ്. 2014 നിങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഇവിടെ യുവാക്കളെ അണിനിരത്തിക്കൊണ്ട് നിങ്ങളുടെ പ്രകടന പത്രികയിൽ പ്രതിവർഷം 3 കോടി യുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അധികാരത്തിൽ വന്നവർ ഇപ്പോൾ നിങ്ങൾ തൊഴിൽ
കണക്ക് അനുസരിച്ച് 2000 തൊട്ട് 2022 വരെയുള്ള കണക്കനുസരിച്ച് റോക്കറ്റ് പോലെ മേപ്പോട്ടെ തൊഴിലില്ലായ്മ നിരക്ക്. തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചു വരുന്നു. 83% തൊഴിലില്ലായ്മ ഇന്ന് രാജ്യത്ത് ഉടനീളം അനുഭവപ്പെടുന്നു. ഉത്തരവാദിത്തം ഉണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞുകൊണ്ടുള്ളവർ മുഴുവൻ ഈ രാജ്യം വിട്ടു പോവാണെന്ന് അതിന്റെ അവസ്ഥ തന്നെയാണ്. തൊഴിലില്ലായ്മ ജോലി പ്രതിനിധിയോട് ചോദിക്കട്ടെ, ഇവിടെ ചിഹ്നം നിലനിർത്താനായിട്ട് മത്സരിക്കുന്ന CPM-ന്റെ ആളുകൾ അവിടെ കേന്ദ്രത്തിൽ ചെന്ന് സംഘപരിവാറിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് ഉദ്ദേശിച്ചത്? നിങ്ങൾ 2018 കണ്ണാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അന്നത്തെ കൃഷിമന്ത്രിയായിരുന്ന VS സുനിൽകുമാറും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും കൂടി ഒരു ബനാന പാർക്ക് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉദ്ഘാടനം ചെയ്തിരുന്നു. 25 കോടിയോ ഹണി പാർക്ക് എന്നാണ്. 30 കോടി 25 കോടിയാണ് ചെലവാക്കി. ഇന്ന് അതിന്റെ അവസ്ഥ എന്താ? ഇഴജാതികള് കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് മനസ്സിലാക്കുന്നു. ഒരുപാട് ബനാന ഹണി പാർക്ക് അല്ല ബനാന ഹണി പാർക്ക് പ്രവർത്തനോദ്ഘാടനത്തിന് തയ്യാറാവുകയാണ്. കേവലം ഇൻസ്റ്റാളേഷൻ പോയി നോക്ക്. കനാറയിൽ PC കനാറയിൽ പോയി നോക്ക്. ഹാഷ്മിയെ വെല്ലുവിളിക്കുന്നു. ഈ ചാനൽ ചർച്ച കഴിഞ്ഞാൽ അവിടെ നമുക്ക് പോയി കാണാം. ഉദ്ഘാടനത്തിന് തയ്യാറെടുക്കുകയാണ്. സംഘി പ്രൊഫൈലുകൾ VS സുനിൽകുമാറിനെതിരെ ഉദ്ഘാടനത്തിന് തയ്യാറാവുകയാണ്. അതെ, എനിക്ക് BJP-യുടെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. കഴിഞ്ഞ 10 കൊല്ലം മുന്നേ ആദ്യമായിട്ട് ഭരണത്തിൽ കയറുമ്പോ ഒരുപാട് നിങ്ങളുടെ പ്രകടന പത്രികയിൽ മോഹന വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിക്കാണ്, ഈ വീടുകളിൽ ഉപയോഗിക്കുന്ന പാചകവാതക സിലിണ്ടറിന്റെ വില എന്താ അവസ്ഥ? അതുകൂടാണ്ട് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. സ്ത്രീകൾ അതെ, ഒരു കാര്യം, സ്ത്രീകൾ പറയുമ്പോ ഒരു മര്യാദ കാണിക്കണം. ഒരു BJP-കാരല്ല നിങ്ങള്. സ്ത്രീകൾ പറയുമ്പോ അവർക്ക് ഒരു അവസരം കൊടുക്കേ. എന്തായാലും അവർ പറയട്ടെ, എന്താണ് സ്ത്രീകളോട് നിങ്ങൾക്ക് ഇത്ര പുച്ഛം? ഞങ്ങൾ പറയട്ടെ, പാചകവാതക സിലിണ്ടർ അതേപോലെ ഇന്നത്തെ യൂത്ത് ജനങ്ങളുടെ ഇടയിൽ ലക്ഷക്കണക്കിന് ഒഴിവുകൾ കെടുക്കുമ്പോ പാവപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഇവിടെ തെണ്ടിക്കറങ്ങി നടക്കുക. ഒരുപാട് കേന്ദ്രത്തില് ലക്ഷക്കണക്കിന് ജോലി. എന്താണ് ഇതൊന്നും വേണ്ട. ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് ഇലക്ട്രോണിന്റെ പേര് പറഞ്ഞ് എല്ലാ വിദേശത്ത് കിടക്കുന്ന എല്ലാ പണങ്ങളും പിടിച്ചുകൊണ്ട് സാധാരണക്കാരായ ആളുകളുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വീതം തരും എന്ന് പറഞ്ഞു. ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും BJP-കാരന്റെ അക്കൗണ്ടിൽ ഒരാൾക്ക് 15 ലക്ഷം വന്നിട്ടുണ്ടോ? ആഗ്രഹിച്ചിട്ടുള്ളതാ ഒരുപാട് കാര്യങ്ങൾ മോഹന വാഗ്ദാനങ്ങൾ ആളുകളെ പറ്റിച്ച് ലാസ്റ്റ് ഇപ്പൊ പുത്തമ്പള്ളിയിലെ മാതാവിനോട് ബാർഗൈൻ ചെയ്ത് നിൽക്കുക. ജയിച്ചു വന്ന 10 ലക്ഷം കൊടുക്കാതെ ഒരു ചെമ്പിന്റെ തകിടും ഒരു സ്വർണം പൂച്ചി കൊടുത്തിട്ടുണ്ട്. ഇതിൽ പറയാം എന്താ ജോലി ഇല്ല രാജ്യത്ത്, ജോലിയില്ല. ജോലി എവിടെ ഉള്ളേ? രാജ്യത്ത് ജോലി എവിടെ ഉള്ളേ? പാർലമെന്റില് തൊഴിൽ വകുപ്പ് മന്ത്രി 2016 മുതൽ 2023 വരെയുള്ള പാർലമെന്റിനകത്ത് റോസ്ഗാർ യോജന വഴി ഭാരതത്തിലെ യുവാക്കൾ കൊടുത്ത തൊഴിലിന്റെ എണ്ണം രാജ്യത്ത് റെക്കോർഡ് തൊഴിലില്ലായ്മയാ. രാജ്യത്ത് റെക്കോർഡ് തൊഴിലില്ലായ്മയാ. രാജ്യത്ത് റെക്കോർഡ് തൊഴിലില്ലായ്മയാ. പറയട്ടെ എന്താണ് അതിന് കാരണം? ആഷ്മിക്ക് അറിയോ? ആഷ്മി ഈ കോൺഗ്രസ്സുകാരുടെ കാലഘട്ടത്തില് പറയട്ടെ മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലും കോൺഗ്രസ് ഭരണകൂട കാലഘട്ടത്തിലും 10ാം ക്ലാസ് കഴിഞ്ഞ ആളുകളുടെ കണക്ക് വെച്ചിട്ടാണ് തൊഴിൽ നിരക്ക് കണക്കാക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞ് ഈ രാജ്യത്ത് തൊഴിൽ കിട്ടില്ല. അപ്പൊ എങ്ങോട്ടെങ്കിലും ഗൾഫിലേക്ക് എവിടെയെങ്കിലും പോകും. ഇന്ന് നരേന്ദ്രമോദി വന്നത് ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യം ഇപ്പൊ പറഞ്ഞത്. ഒരടിസ്ഥാനമില്ലാത്ത ക്യാപ്സ്യൂളാ പറഞ്ഞു. അങ്ങനെയല്ല കാര്യം. കണക്ക് ഞാൻ തരാം. ഇന്ന് ഈ രാജ്യത്ത്
13.7 കോടി ആളുകൾ ഇന്ന് ബിരുദം ചെയ്യുന്നുണ്ട്, ബിരുദാന്ത ബിരുദം ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവരുടെ പ്രായം 23 വയസ്സ് വരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലാത്തവരെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാണ്. നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ യുവാക്കൾ പഠിക്കാൻ പോവുകയാണ്. റെക്കോർഡ് തൊഴിലില്ലായ്മ നിരക്ക്. മറുപടി 10ാം ക്ലാസ് പഠിച്ചോളൂ, മനസ്സിലായില്ലേ? ഒറ്റ കാര്യമുള്ളൂ, ഇത് NDA ഫുൾ ഫോം പോലെ നോ ഡാറ്റ അവൈലബിൾ ആണ് ഈ പറഞ്ഞ കണക്ക്. വേറെ ഒന്നുമില്ല, വേറെ മറുപടിയില്ല. നേരത്തെ പറഞ്ഞ പിണ്ണാക്കില്ലേ, ആ പിണ്ണാക്ക് പുള്ളിന് ഇടതുവശത്ത് നിൽക്കുകയാണ്. അതാണ് കുഴപ്പം. ആ രീതിയിലെ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ചാണകം അമൂല്യ ചാണകം പരിശുദ്ധ കേരളത്തിലെ ചാണകം പരിശുദ്ധല്ലേ? ചാണകം പരിശുദ്ധല്ലേ? ചാണകം പരിശുദ്ധല്ലേ? ചാണകം പരിശുദ്ധല്ലേ? പരിശുദ്ധല്ലേ? അല്ല പരിശുദ്ധമാണോ? ചാണകം അശുദ്ധമാകും. ഈ കോൺഗ്രസുകാരുടെ സെപ്റ്റിക് മാലിന്യം ചേരുമ്പോ ചാണകം അശുദ്ധമാകും. കഴിഞ്ഞോ എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ LDC പരീക്ഷയുടെ ക്വാളിഫിക്കേഷൻ എന്താ? പ്രിന്റു പറയും. മനസ്സിലാക്കിയത് LDC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥിയുടെ ക്വാളിഫിക്കേഷൻ എന്താ? പ്രിന്റു പറയേ. 10ാം ക്ലാസ് ആണ്. പരീക്ഷ ലാസ്റ്റ് ഗ്രേഡാ, അതുപോലെ അറിയില്ല. എന്നോട് പറയരുത്. എഴുതിയാള് പറയല്ലേ? 2000-ല് ചോദിക്കേണ്ടത് NDAയുടെ പരിധിയാണ്. 50 ദിവസം കൊണ്ട് നോട്ട് നിരോധിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോ അക്കൗണ്ടിലും 15 ലക്ഷം രൂപ തരുമെന്നൊരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. അത് എന്താണ്? 2014 310 രൂപ ഗ്യാസ് ഇപ്പോൾ 50 രൂപയ്ക്ക് പെട്രോൾ തരാന്ന് പറഞ്ഞു. ഈ 3 കാര്യങ്ങൾ 2014 മുതൽ 2024 വരെ ഇവിടെ ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ഡ്രൈവിൽ ഒരൊറ്റ റിക്രൂട്ട്മെന്റ് പോലും നടത്താത്ത സർക്കാരാണ് കേന്ദ്ര സർക്കാർ. ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ കാണിച്ചാൽ അത് ചെയ്യാം. ദ്രൗപദി മുർമുവിനെ രാഷ്ട്രപതി റിക്രൂട്ട്മെന്റ് ആണോ? രാഷ്ട്രപതി ജോബ് ഡ്രൈവ് ആണോ? മര്യാദയോട് പറയല്ലേ സന്ദീപേ, മര്യാദയോട് പറയല്ലേ? രാഷ്ട്രപതിയാണ്, രാജ്യത്തിന്റെ രാഷ്ട്രപതിയാ. ഏത് ജോലി റിക്രൂട്ട്മെന്റ് ആണോ രാഷ്ട്രപതി? രാഷ്ട്ര ജോലി റിക്രൂട്ട്മെന്റ് ആണോ? മര്യാദയോട് പറയല്ലേ? മര്യാദയോട് പറഞ്ഞു. മര്യാദയോട് അതെ, കൂടുതൽ നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഇത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ, എല്ലാ സംസ്ഥാനങ്ങളിലും. അപ്പൊ അതല്ല ഞാൻ സംശയം. അപ്പൊ ഇവിടെ കേരളത്തിൽ മാത്രം UDF-ഉം LDF-ഉം എന്തിന്? ബാക്കി കേരളത്തിന് പുറത്ത് കിടന്നാല് ഈ തമിഴ്നാട്ടിൽ പോയാല് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് CPM മത്സരിക്കണേ. ബംഗാളിൽ പോയി കഴിഞ്ഞാലും CPM-ഉം LDF-ഉം ഒരുമിച്ച്, UDF LDF ഒരുമിച്ച്. ഈ നാട്ടുകാരെ പൊട്ടരാകാതെ ഇവിടെയും അവർക്ക് ഒന്നിച്ച് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയോടാണ് ഒരു ചോദ്യം. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ മണലൂർ നിയോജകമണ്ഡലത്തിൽ പാവർട്ടി മുല്ലശ്ശേരി വെങ്കടങ്ങ് പഞ്ചായത്തുകളിൽ ഒരു പെരിങ്ങാട് പുഴ എന്ന് പറഞ്ഞ പുഴ ഒഴുകുന്നുണ്ട്. അതിന് തീരപ്രദേശത്ത് ജീവിക്കുന്ന ആളുകളെല്ലാം ആശങ്കയിലും തീ തിന്ന് ജീവിക്കുകയാണ്. കാരണം അവിടുത്തെ 234.18 ഏക്കർ ഭൂമി പുഴയും അതിന് തീരവും
സർക്കാർ റിസർവ് വനമാക്കിയിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2021 രാമനിലയത്തിൽ ചേർന്ന യോഗത്തിൽ വെച്ച് അത് റിസർവ് വനമായിട്ട് പ്രഖ്യാപിച്ചു. അതിലൂടെ അവിടുത്തെ ആളുകൾക്ക് മരം മുറിക്കാനോ വീട് വെക്കാനോ വേറെ കൃഷി ചെയ്യാനോ ഒന്നിനും പറ്റില്ല. അവർ കുടിയിറക്കിന്റെ ഭീഷണിയിലാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ കുടിയിറക്കിന്റെ ഭീഷണിയിലാണ്. മാത്രമല്ല ഈ പുഴ കാടാക്കുന്നതോടുകൂടി ഈ പ്രദേശത്തെ വെള്ളം മുഴുവൻ അവിടെ ഇതാവാതെ കരയിലേക്ക് കയറി വെള്ളപ്പൊക്കത്തിന് കാരണമാകും. പരിസ്ഥിതിക്ക് നാശമാണ്. അപ്പൊ ഇങ്ങനെ ഒരു നിയമത്തില് ഈ കരട് വിജ്ഞാപനത്തിൽ ഒപ്പിട്ടിട്ടുള്ളത് ഇന്നത്തെ സ്ഥാനാർത്ഥിയും അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിട്ടുള്ള സുനിൽ കുമാറാണ് രണ്ടാമത് ഒപ്പിട്ടിട്ടുള്ളത്. ഇത് തലതിരിഞ്ഞ പരിസ്ഥിതിക്ക് വിനാശകരമായ ഈ നിയമം മാത്രമല്ല സമ്പന്നന്മാർക്കും കയ്യേറ്റക്കാർക്കും വേണ്ടി പട്ടയം കൊടുത്തതിന് പരിഹാരമായിട്ടാണ് ഇവിടെ ഭൂമി പിടിച്ചെടുക്കുന്നത്. അപ്പൊ പാവപ്പെട്ടവരുടെ സംരക്ഷകർ എന്ന് പറയുന്ന ഇടതുപക്ഷം ഇവിടെ പാവപ്പെട്ടവരെ ആട്ടി ഓടിച്ചുകൊണ്ട് സമ്പന്നന്മാർക്ക് വേണ്ടി ഭൂമി അടിയുറച്ചിരിക്കുകയാണ്. ഇതിന് എന്താണ് മറുപടി എന്നാണ് നിങ്ങളോടല്ല മാധ്യമപ്രവർത്തകരാണ് എന്റെ ചോദ്യം. അതായത് സാധാരണ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 18 മാസത്തെ പെൻഷൻ കുടിശ്ശിക പതിനെട്ട് മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങളും CPM-ഉം പ്രചരണം നടത്തുന്നുണ്ട്. ഇതിലെ ഇത്രയും നാള് ഈ പ്രചരണം നടത്തിയതില് എന്താണ് സത്യാവസ്ഥ എന്ന് ഈ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള എന്റെ സുഹൃത്തുക്കൾക്ക് ഇവിടുത്തെ പൊതുജനത്തിനോട് ബോധ്യപ്പെടുത്താൻ നിയമസഭയിലെ സ്വരാജിന് കൊടുത്തുള്ള സ്റ്റേറ്റ്മെന്റ്, തോമസ് ഐസക് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ ഡോക്ടർ അരുൺകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാര് തയ്യാറാണോ? ചോദ്യത്തിനാണ് വേണ്ടത്. ചോദ്യം കഴിഞ്ഞ് ചോദ്യത്തിന് ഉത്തരത്തിന് ശേഷം അടുത്ത ചോദ്യമാവാം. മാധ്യമ പ്രവർത്തകരാണ് ഇവിടുത്തെ ചാനലിൽ ഇരിക്കുന്നവർ പഠിപ്പിച്ചിട്ടുള്ളത്. ആദ്യം ഉത്തരം പിന്നെ അടുത്ത ചോദ്യം. നിങ്ങൾക്ക് പറയാനുണ്ടോ? മാധ്യമ അതായത് നിയമസഭയിലെ 2 ചോദ്യം 2 ഉത്തരം, ഒന്നിൽ 18 മാസം ഒന്നിൽ 3 മാസം. അതാണ് കൺഫ്യൂഷൻ. മനസ്സിലായോ സന്ദീപ്? ഭരണത്തിന്റെ അവസാന ഘട്ടത്തിൽ 18 മാസക്കാലം കുടിശ്ശികയുണ്ടായിരുന്നു. അർത്ഥശങ്കയ്ക്കിടയില്ലാത്തത് ക്ലാരിറ്റിയോടുകൂടി പറയുന്നു. അവസാനം വർദ്ധിപ്പിച്ച 100 രൂപ പോലും കൊടുക്കാതെയാണ് പോയത്. ആ ഉമ്മൻചാണ്ടി വർദ്ധിപ്പിച്ച 100 രൂപ 2016 പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോ ക്യാബിനറ്റ് യോഗത്തിലെ തീരുമാനം ഈ കുടിശ്ശികയുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്നുള്ളതാണ്. കൃത്യമായി വിതരണം ചെയ്തിട്ടുണ്ട്. 3 മാസം വളരെ കൃത്യമായി കാരണമുണ്ട്. പെൻഷൻ സംവിധാനം DBTയിലേക്ക് മാറി. DBTയിൽ മാറിയപ്പോൾ പോസ്റ്റ് ഓഫീസിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറിയപ്പോൾ സാങ്കേതിക തകരാറാണെന്ന് പറഞ്ഞത് ഞാനും നിങ്ങളുമല്ല. അന്നത്തെ കോഴിക്കോട് മേയർ VK കോയ, മറ്റേ അന്നത്തെ CPM-ന്റെ മേയറാണ് പറഞ്ഞത്. ഈ പണം അനാവശ്യമായി CPM തടഞ്ഞു വെച്ചിരിക്കുന്ന പാവപ്പെട്ടവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ് CPM-ന്റെ മറുപടി കൊടുത്ത് ഞങ്ങളും അല്ല, തോമസ് ഐസക് കൊടുത്തത്, അല്ലാതെ കോൺഗ്രസ് ധനകാര്യമന്ത്രിയല്ല. അത് നിയമസഭയിൽ രേഖകളിലുണ്ട്. പക്ഷേ ഇപ്പോഴും ആടിനെ പട്ടിയാക്കുന്ന നിലവാരത്തിൽ ഇപ്പോഴും പഴയത് പറഞ്ഞു 8 മാസം മുടങ്ങിയെന്ന് പറഞ്ഞ പെൻഷൻ ഉണ്ടല്ലോ, അതിൽ പെട്രോളിന് സർചാർജ്, ഡീസലിന് സർചാർജ്, മദ്യം മേടിക്കുമ്പോൾ അവരുടെ പോക്കറ്റടക്കം അടിച്ചിട്ട് 8 മാസമായി പെൻഷൻ കൊടുത്തില്ല. അതിൽ 1 മാസം കൊടുത്ത പെൻഷനിൽ വിധവകൾക്ക് പെൻഷൻ കൊടുത്തിട്ടില്ല. എനിക്കൊരു ചോദ്യം UDF-ന്റെ നേതാവിനോടാണ് എന്റെ ചോദ്യം. നിങ്ങളിങ്ങനെ ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. ഞങ്ങക്ക് പറയാളും ചോദിക്കാളും ചാനൽ ചർച്ച കേട്ടാ. നിങ്ങള് ആത്മസമയനം പാലിക്കണം. ഞങ്ങൾ ചോദിക്കട്ടെ, ഇപ്പൊ ചോദിക്കുന്ന ഒരു പെൻഷന്റെ കാര്യമാണ്. 18 മാസത്തെ പെൻഷൻ ഞാൻ ചോദിക്കട്ടെ, രേഖകളൊന്നും നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കീറി കളയാൻ പറ്റില്ല. കേരളത്തിലെ രേഖകളൊക്കെ അവിടെ ഉണ്ട്. രേഖയാണ് ചേച്ചി. ഡോക്ടർ കൊടുത്ത രേഖ, ഡോക്ടർ തോമസ് ഐസക് കൊടുത്ത രേഖയാണ് പറഞ്ഞത്. ഉമ്മൻചാണ്ടി പറഞ്ഞ രേഖയല്ല, അല്ലെങ്കിൽ VD സതീശൻ പറഞ്ഞ രേഖയല്ല. ഡോക്ടറുണ്ടല്ലോ നമ്മുടെ തോമസ് ഐസക് കൊടുത്തത്. നിങ്ങൾ കേരളത്തിൽ കിടന്ന് മരിക്കണ്ടല്ലോ ഈ കേരളം കിട്ടാൻ. ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാ. 57 ആണ്ട് ഇന്ത്യ ഭരിച്ചു കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എവിടെയാണ് ഇന്ത്യയിൽ ഭൂപരിഷ്കരണ നിയമം പാസാക്കി
അവന് വീടുണ്ട്. സാറേ എം നരേഗ പദ്ധതി ആര് കൊണ്ടുവന്ന? സ്വന്തമായി ഇന്നും പാവപ്പെട്ടവൻ സമ്പന്നന്റെ കുടിലിൽ കിടക്കുക. മലയോര പ്രദേശത്ത് ജനങ്ങൾക്ക് പട്ടയം കൊടുത്ത ഗവൺമെന്റ് ഈ കേരള ഗവൺമെന്റ്. എനിക്ക് മറുപടി പറയാനും ഈ ചോദ്യത്തിന് മറുപടി ബിജെപിയോട് ചോദിക്കണം. ഞാൻ മൈക്ക് കൊണ്ടോടില്ല. സംസ്കാരമൊക്കെ ബിജെപിയുടെ NDA കാരനോട് ചോദിക്കാം. 10 വർഷം മുമ്പ് നിങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇതുപോലെ പ്രകടന പത്രികയിലൂടെ നിരവധി വാഗ്ദാനങ്ങളുടെ പെരുമഴ പെയ്യിച്ചാ വന്നത്. നിങ്ങൾ നേരത്തെ ഒരാളെ കളിയാക്കി. നിങ്ങൾ പറഞ്ഞത് കോൺഗ്രസുകാരുടെ ഭരണത്തിൽ കട്ടുമുടിച്ച് സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ആ പണം നിങ്ങൾക്ക് സീറോ ബാലൻസ് അക്കൗണ്ടുകളിൽ എത്തിച്ചേരും. ചോദ്യം കഴിഞ്ഞ മറുപടി പറയാൻ അവസരം തരണം. ഇതിനകത്ത് 2 ചോദ്യം എന്നോട്. അതായത് ആദ്യത്തെ പെൻഷന്റെ അന്തിമ രേഖ തോമസ് ഐസക്ക് 3 മാസമാണെന്ന് വളരെ കൃത്യമായി കൊടുത്തു. അതൊരിക്കലും ഇടതുപക്ഷക്കാരന് വിശ്വസിക്കാൻ സാധിക്കില്ല. രണ്ടാമത്തെ ചോദ്യം മലയോരത്ത് പട്ടയം കിട്ടാത്ത വിഷയം. നേരത്തെ ആന്റോണി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതെന്താണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലായില്ല. പാവർട്ടി, വെങ്കിടങ്ങ്, കടപ്പുറം, മുല്ലശ്ശേരി ഇത്തരം പഞ്ചായത്തുകൾ കടന്നു പോകുന്ന പെരിങ്ങാട് പുഴ അത് പരിഹാര വനമായി തീരുമാനിച്ചിരിക്കുക. നേരത്തെ ചേച്ചി പറഞ്ഞ മലയോര കർഷകർക്ക് പട്ടയം കിട്ടിയില്ലെന്ന് പറഞ്ഞില്ലേ, അവന്റെ പട്ടയം കൊടുക്കാറില്ല. മലയോര കർഷകരുടെ ഭൂമി കയ്യേറിയ ആളുകൾ, അതായത് ലംബോദരനടക്കമുള്ള ആളുകൾ ഈ വനഭൂമി കയ്യേറിയതില് കേരളത്തിന്റെ വനഭൂമിയുടെ വിസ്തൃതി കുറഞ്ഞു. അതിന് പരിഹാരമായി CRZ ബാധിച്ച ഏരിയയാണ്, തീരദേശ സംരക്ഷണ നിയമം ബാധിച്ച ഏരിയയാണ് പാവർട്ടി. അവർക്ക് ഇപ്പോൾ വനസംരക്ഷണ നിയമം കൂടി അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. ആ മിനിറ്റിലാണ് കൃഷി വകുപ്പ് മന്ത്രി ഒരു മറുപടി നിങ്ങൾ പെൻഷനെ പേപ്പറിൽ വായുവിൽ എഴുതി കൂട്ടിയിട്ട് പെൻഷൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും കിട്ടുന്ന വിധവ പെൻഷൻ അടക്കമല്ല, കെട്ടിട തൊഴിലാളി, നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ അടക്കം കൊടുക്കണം. കൊടുക്കാതെ വർത്തമാനം പറഞ്ഞില്ല. പിന്നെ ബിജെപിയുടെ പ്രതിനിധിയോടാണ് ചോദ്യം. ബിജെപിയുടെ പ്രതിനിധിയോട് കുറച്ച് മോദി ഗ്യാരണ്ടികൾ ഇവിടെ പറഞ്ഞല്ലോ. പറയട്ടെ, ബിജെപി പറയുമ്പോ നിങ്ങൾക്ക് എന്തിനാ പൊള്ളണേ? ബിജെപി പറയുമ്പോ CPM എന്തിനാ പൊള്ളണേ? ബിജെപിയുടെ പ്രതിനിധിയോടെ ചോദ്യം. അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, കുറച്ച് ഗ്യാരണ്ടികളുടെ കാലാണുള്ളത്. ബിജെപിയുടെ സർക്കാർ വരുമ്പോ ആദ്യം പറഞ്ഞ കുറച്ച് ഗ്യാരണ്ടികൾ പറയട്ടെ. പെട്രോൾ വില വർധനവ് കുറയ്ക്കും, പെട്രോളിന്റെ വില കുറയ്ക്കും. 2, പാചകവാതക വില കുറയ്ക്കും. 3, ഇന്ത്യയിലെ തൊഴിലുള്ള എണ്ണം കൂട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നൊരു സർക്കാർ അതൊന്നും നടത്തിയില്ല. പോട്ടെ, അടുത്ത സർക്കാർ കയറി ഇപ്പൊ പറയുന്നത് ഈ പറയുന്ന രീതിയിൽ എന്താ പറയാ, ഈ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാവും, ആലപ്പുഴയിൽ നിന്ന് KC വേണുഗോപാൽ മത്സരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ മന്ത്രിയാവും, തിരുവനന്തപുരത്ത് നിങ്ങളുടെ V മുരളീധരൻ മന്ത്രിയാവും, തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ മന്ത്രിയാവും, മലപ്പുറത്ത് അബ്ദുൽ സലാം മന്ത്രിയാവും. ഇവർക്കറിയാം ഇവരൊന്നും പഞ്ചായത്ത് ഇവരൊന്നും ഒരു പഞ്ചായത്ത് പോയിട്ട് ക്ലാസ് ലീഡർ തെരഞ്ഞെടുപ്പിൽ പോലും ജയിക്കാത്തവരാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇതൊന്നും നടക്കാൻ പോണില്ല എന്നുള്ള കാര്യം അറിയാം. അടുത്തതായിട്ട് സുരേഷ് ഗോപി ഏറ്റവും ഒരു സുരേഷ് ഗോപി ചെയ്തൊരു കാര്യം പറയട്ടെ. സ്വന്തമായി ഒരു കിരീടം ഉണ്ടാക്കാൻ കൊടുത്ത് മാതാവിനെ കൊടുത്തു. മാതാവിനെ വരെ പറഞ്ഞു പറ്റിച്ച് ചെമ്പ് പൂശി മാതാവിനെ വരെ പറ്റിച്ച നിങ്ങളെ എന്തിന് ഞങ്ങൾ വിശ്വസിക്കണം? എന്തിന് തൃശ്ശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യണം? പെട്രോളിന് വിലവർദ്ധനവുണ്ടാക്കി. ആ വിലവർദ്ധനവിന്റെ നേട്ടം എങ്ങനെയാണ് ഞാൻ പറയുന്നു. തൃശ്ശൂരിലെ അമൃത് പദ്ധതിയുടെ ഭാഗമായി കൊണ്ട് 400 കോടി രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്രോളിന്റെ പൈസയാ. മനസ്സിലാക്കണം.
അമൃത് നഗരം പദ്ധതി ഗവൺമെന്റിന്റെ ടാക്സ് ചോദിക്കുന്നത് ടാക്സ് ചെലവഴിക്കാൻ അമൃത് നഗരം. അപ്പൊ എന്തിനാ 50 രൂപ കൊടുക്കാന്ന് പറഞ്ഞ എന്തിനാ? 50 രൂപ കൊടുക്കാന്ന് പറഞ്ഞ എന്തിനാ? 50 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ എന്തിനാ? അങ്ങനെ എവിടെ പറഞ്ഞുള്ളൂ സാർ? എവിടെ പറഞ്ഞു? ആര് പറഞ്ഞിട്ടില്ലേ? ബിജെപിയുടെ സംസ്ഥാനത്തിന് കെ സുരേന്ദ്രൻ പറഞ്ഞ നരേന്ദ്രമോദിയോ പ്രകടന പത്രികയിലോ പറഞ്ഞിട്ടുണ്ടോ? കെ സുരേന്ദ്രൻ ഓഫീസല്ലേ? കെ സുരേന്ദ്രൻ ഓഫീസല്ലേ? കെ സുരേന്ദ്രന്റെ വിലക്ക് എത്ര വിലയുള്ളോ? സുരേന്ദ്രന്റെ വാക്കിന് അത്ര വിലയുള്ളോ? സുരേന്ദ്രന്റെ വാക്കിന് അത്ര വിലയുള്ളോ? അല്ല, സുരേന്ദ്രന്റെ വാക്കിന് അത്ര വിലയുള്ളോ? എന്ത് പറയാവോ? എന്നാ ഓക്കെ. ഓക്കെ. ഇവിടെ മാതാവിന് 1 രൂപയുടെ കൊന്തമാല പോലും കൊടുക്കാത്ത കോൺഗ്രസ്സുകാരാണ് മാതാവിന് സുരേഷ് ഗോപി ഇതിനെ പറ്റി പറയുന്നത്. എവിടെ ചെമ്പ്? സുരേഷ് ഗോപി ആദ്യം തന്നെ സ്വന്തം നാട്ടിൽ മാതാവിനെ കിരീടം വെക്കട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം തൃശ്ശൂർ കോവിഡ് വെക്കണോന്ന്. ആദ്യം കൊല്ലത്ത് വെച്ചിട്ട് നരേന്ദ്രമോദി വന്നപ്പോ ആദ്യം പറഞ്ഞത് എല്ലാ കുടുംബശ്രീ അംഗങ്ങൾക്കും 15 ലക്ഷം രൂപ ഓരോരുത്തർക്ക് സീറോ ബാലൻസ് എന്ന് പറഞ്ഞു. എവിടെ തന്നു? കിരീടവുമായി ബന്ധപ്പെട്ട് ഇവർ ആരോപണം പറഞ്ഞു. എന്നെ പറയുന്നത് ഒന്ന്, സുരേഷ് ഗോപിയുടെ മകളുടെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നേർച്ചയാണ് കിരീടം. ആ കിരീടം വ്യക്തിപരമായി കൊടുത്തു. എവിടെയും 50 ലക്ഷത്തിന്റെയോ വ്യക്തിപരമായി നേർച്ചയെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ആളുകളാണ് ഇവർ. ഞാനൊരു അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വോട്ടർ എന്ന നിലയ്ക്ക് എനിക്ക് UDF-നോടും LDF-നോടും ഒരു കാര്യം ചോദിക്കാനുള്ള ചോദ്യം എന്നുണ്ടെങ്കിൽ, അല്ലല്ല ഞാൻ പറയട്ടെ ചോദിക്കാനുള്ളത്, ഇവിടെ എനിക്ക് 48 വയസ്സായി. 1955 മുതല് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിലെ MLA-മാരായിട്ടുള്ള ആൾക്കാരായിരിക്കും പറയാം. PC ചാക്കോ, അതുപോലെ തന്നെ മറ്റേ ജയദേവൻ, PK ചന്ദ്രപ്പൻ, ഈ വക ആൾക്കാരുണ്ടായിട്ട് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ എന്ത് നടത്തിയിട്ടാണ് ഒരു കാര്യം. പിന്നെ 2000-ലെ പ്രഥമ കോർപ്പറേഷൻ മേയറായുള്ള കാട്ടുകാരുള്ളപ്പോ പുഴക്കൽപ്പാടും അർബൻ സബ് സെന്റർ സ്കീം ഉണ്ടാക്കിയിട്ട് ഒരു ബസ് സ്റ്റാൻഡ് വരാന്ന് പറഞ്ഞു. ബസ് സ്റ്റാൻഡ് വന്നു. അതവിടെ ബസ് സ്റ്റാൻഡ് അവിടെ. അതുപോലെ തന്നെ പുഴക്കൽപ്പാട് ഈ ചേച്ചിണ്ടല്ലോ, ഈ ചേച്ചി ഡെപ്യൂട്ടി മേയറിലപ്പോ ഇത്ര നേരം ചേച്ചി സംസാരിച്ചില്ലേ? പാർട്ടിയുണ്ടോ? ഒന്നുമില്ലേ? ഇല്ല. ഓക്കെ. 24 വരെ ആയിക്കോട്ടെ. ഓക്കെ. ആയിട്ടില്ല. ആദ്യം ഒരു തിരുത്തുണ്ട്. ഇദ്ദേഹം വോട്ടർ മാത്രമല്ല, പരിപൂർണമായ സംഖ്യയാണ്. ചോദ്യം വളരെ കൃത്യമാണ്. 2, ഇനി കഴിഞ്ഞ കാലത്തെ തൃശ്ശൂരിലെ പ്രശ്നങ്ങൾ ഒരുപടിപ്പുറം എന്തായാലും മതിയാവില്ല. നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് വരും. തൽക്കാലം പൂർണ്ണമാകുന്നു. ഇനിയിപ്പോ അടുത്ത വാർത്താ ബുള്ളറ്റിൻ തൃശ്ശൂരിൽ നിന്ന് ഗുഡ് ബൈ.